അല്ല, ചില കേസുകളിൽ പെറ്റീഷണർക്ക് തൃപ്തിയില്ലെങ്കിൽ അവർക്ക് കോടതി പോകാമല്ലോ. ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അതിൽ കഴമ്പില്ലെങ്കിൽ അവർ അന്വേഷിക്കത്തില്ല. ആഫ്റ്റർ എ പ്രിലിമിനറി എൻക്വയറി ഓൺലി ദേ ക്യാൻ രജിസ്റ്റർ ദ FIR. അപ്പോൾ അതുകൊണ്ട് കോടതി പോകാമല്ലോ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അത്രയും ശക്തമാണ്. കോടതി പോകാൻ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അല്ല, അന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്ന് ആ വിവരം തന്നയാളിന് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്ന് SITയുടെ മുമ്പാകെ കൊടുത്തു. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് മൈ ഡ്യൂട്ടി ഈസ് ഓവർ അവിടെ കൊടുത്തതോടൊപ്പം. പിന്നെ SIT അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ മനസ്സിലാക്കി അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു റെസ്പോൺസിബിളായൊരു ഒരു സിറ്റിസൺ എന്ന നിലയിൽ എന്നോട് ഒരാൾ ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മൈ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി ടു അപ്രോച്ച് ദ SIT ആൻഡ് ഗിവ് ദ ഡീറ്റെയിൽസ്. ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് SIT ആണ്. അവിടെ അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരവാദിത്വം. അല്ല, SIT പോലീസല്ല നോക്കുന്നത്, ഞങ്ങളാരും നോക്കാറില്ല. എൻ്റെ അടുക്കലുള്ള റിപ്പോർട്ട് ആരും തരാറുണ്ട്, ആവശ്യമില്ല. അത് കോടതി മോണിറ്റേർഡായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾക്ക് പിൻവലിക്കാൻ പ്രയാസമാണ്, അത് കോടതിയിലാണല്ലോ. ചില കേസുകൾ പിൻവലിക്കാൻ പറ്റും, അതിനെപ്പറ്റിയുള്ള പരിശോധന നടത്തുക. പരിശോധന തുടങ്ങിയോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, പെരുമ്പാവൂർ സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കാം, പോലീസിനോട് വിളിച്ചു പറയാം. അല്ലാണ്ട് അവർ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അത് മറികടക്കണമെങ്കിൽ NDPS ആക്ടിൽ ഭേദഗതി വരുത്തണം. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഈ കാര്യം പറയാനിരിക്കുകയാണ്. നമ്മുടെ MP-മാർ പാർലമെൻറ്റിൽ അത് ഉന്നയിക്കാനും ഇരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓരോ ഇൻഡിവിജ്വൽ കേസും ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, എനിക്കറിയാൻ പാടില്ലാത്ത ഞാൻ കേരളത്തിൽ 100 കണക്കിന് കേസുകൾ ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യും. നിങ്ങളങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പർട്ടിക്കുലർ കേസ് പരിശോധിച്ചിട്ട് പറയാം. പോലീസിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ, കാരണം ഭീകരന്മാരെ അവരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും, അതിന് പ്രത്യേക അന്വേഷണം. പെരുമ്പാവൂർ ആൻഡ് പായിപ്പാട് ഇൻ ചങ്ങനാശ്ശേരി, ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫോർ ദീസ് മൈഗ്രന്റ് ലേബറേഴ്സ്. രണ്ടും ഞങ്ങളുടെ പോലീസ് നിരീക്ഷണത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭീകരവാദ ബന്ധമുള്ള ആളുകളുടെ കൂടുതൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് ശരിവെക്കപ്പെട്ടവരിൽ മലയാളികളുണ്ട്. അതിനെയെല്ലാം എങ്ങനെയാണ് നമ്മൾ ആഭ്യന്തര വകുപ്പ് കാണുന്നത്? അല്ല, അതിനൊക്കെ നമുക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സുകളുണ്ട്. നമ്മൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. ഐ നോ എവറിഥിങ്, പക്ഷെ എനിക്ക് പറയാൻ പാടില്ല പല കാര്യങ്ങളും. ഞാൻ പരിശോധിക്കാം. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്. നോക്കാതെ സംസാരിക്കാം. തീർച്ചയായിട്ടും അതെ.
അല്ല, അത് ആ കേസ് ഞാൻ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് വിടാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. എൻ്റെ മണ്ഡലം കൂടാണ്. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി. അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ ADGP ക്രൈംസ് H. വെങ്കടേഷിനെ വിളിച്ച് സംസാരിച്ചു. ഇന്ന് ഞാൻ അത് ഓർഡറും കൊടുത്തു, ഞാൻ ഉത്തരവ് കൊടുത്തു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് അന്വേഷിക്കട്ടെ. അല്ല, ക്യാബിനറ്റ് കൂടിയിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനകത്തിപ്പം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. വിഴിഞ്ഞം ഓഹരിയെ സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനവും എടുത്തിട്ടില്ല. ഗവൺമെൻറ് അറിയാതെ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടും അടക്കമുള്ള സഹായം കുമാരക്കുറുപ്പിന് ലഭിച്ചുവെന്നും അദ്ദേഹത്തിന്റെ അവസാന ട്രേസ് ചെയ്തപ്പോൾ ഗൾഫിലാണ് എന്നും പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ആ കേസ് വീണ്ടും ശരിയാണ് പരിശോധിക്കാതെ പറയാം. ഇത്രയും വർഷങ്ങൾ ശേഷം നടന്നതല്ലേ. അത് തീർച്ചയായിട്ടും അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. തീർച്ചയായിട്ടും.